Hi, hello. Welcome back to Learn Commerce. Calicut University fourth semester cost accounting സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണത്. ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ അവിടെ വരുന്ന കോസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാനും എവിടൊക്കെയാണ് കോസ്റ്റ് വരിക എന്ന് കണ്ടുപിടിക്കാനും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും കോസ്റ്റിനെ എല്ലാ രീതിയിലും അതിൻ്റെ ഫുൾ കോസ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്ട്രീം ഓഫ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻസും ഫീച്ചേഴ്സും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 കാറ്റഗറീസ് ഓഫ് ആളുകൾക്ക് അതിന് അഡ്വാൻറ്റേജസ് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് മാനേജ്മെൻറ്റിന് വരുന്ന അഡ്വാൻറ്റേജസ്, എംപ്ലോയീസിന് വരുന്നത്, ക്രെഡിറ്റേഴ്സിന്, ഗവൺമെൻറ് സൊസൈറ്റിക്ക് വരുന്ന അഡ്വാൻറ്റേജസ് ആൻഡ് ഫൈനലി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് വരുന്ന ലിമിറ്റേഷൻസ് ഏതാണെന്നും കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ആൻഡ് this is the final part video of the first chapter. So first chapter ന്റെ second part വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആൻഡ് ഓൾസോ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മെത്തേഡ്സ് ഓഫ് ഫൈൻഡിങ് കോസ്റ്റ്, കോസ്റ്റുകൾ കണ്ടുപിടിക്കാനുള്ള ആ ഒരു വഴികൾ, ആ ഒരു മെത്തേഡ്സുകളാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ വരുന്നത്. നമുക്കിവിടെ ഒരു കുറച്ചധികം മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുള്ളൂ. കാരണം ഈ പറയുന്ന ഓരോന്നും ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, സിംഗിൾ യൂണിറ്റ് കോസ്റ്റിംഗ്, ഈ പറയുന്ന ഓരോ കോസ്റ്റിങ്ങും നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബോറടിക്കും. എന്തായാലും അവിടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് പറയാനുണ്ടാവും. അപ്പോൾ ഓരോന്നും പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ വരുന്നത് ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ആർ അലോക്കേറ്റഡ് ആൻഡ് അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് ജോബ്. ഓക്കെ, നമ്മൾ ഓരോ വർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഓരോ ജോബ് കണ്ടുപിടിച്ച് ആ ഓരോ ജോബിനും ഓരോ വർക്കിനും എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് കസ്റ്റമൈസേഷൻ ആണ്. അതായത് നമ്മളൊരു വീട് പണിയാണ്. ആ വീട് പണിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വീടിൻ്റെ ഓണറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ വർക്ക് അവിടെ ചെയ്യുക. അല്ല, ആ ഒരു കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ കസ്റ്റമൈസേഷൻ അവിടെ വരുന്നുണ്ട്. അങ്ങനെ കസ്റ്റമൈസേഷൻസ് വരുന്ന വർക്കുകളെ, കസ്റ്റമറുടെ സ്പെസിഫിക്കേഷൻസിനനുസരിച്ച് വരുന്ന വർക്കുകളെയാണ് അവിടെ വരുന്ന വർക്ക്, അതിൻ്റെ അക്കൗണ്ടിങ് ചെയ്യുന്ന, അവിടെ വരുന്ന കോസ്റ്റുകൾ അനലൈസ് ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റമാണ്, അക്കൗണ്ടിങ് മെത്തേഡാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കമ്മിങ് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിനനുസരിച്ച് അവരുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ച് ചെയ്യുന്ന വർക്കുകൾ, അവിടെ വരുന്ന ഓരോ ജോബ്സുകളും വർക്കുകളും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് കോസ്റ്റ് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്ത്, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാക്ടറീസുകളിൽ മെയിനായിട്ട് ഫാക്ടറീസുകൾ യൂസ് ചെയ്യുന്ന, അവിടെ ഫാക്ടറീസിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സുകളിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ബാച്ച് ആയിട്ട് പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ ഏറ്റവും നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസിൽ നമ്മുടെ മെഡിസിൻസ് ഉണ്ടാക്കുന്ന കമ്പനി, അവിടെ ബാച്ച് ആയിട്ടാണ് മെഡിസിൻസ് ഉണ്ടാക്കുക. ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, അവിടെയൊക്കെ ഓരോ ബണ്ടിൽ ബാച്ച് ആയിട്ടാണ് പ്രോഡക്ട്സ് ഉണ്ടാക്കുക. അങ്ങനെ ബാച്ച് ആയിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്ത്, ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എക്സാമ്പിൾസിന് എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ബാച്ച് കോസ്റ്റിംഗ്. ഫാക്ടറികളിൽ യൂസ് ചെയ്യുന്ന ബാച്ച് ആയിട്ട് പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്ന ആ ഒരു മാനുഫാക്ചറിങ് ഫാക്ടറീസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ബാച്ച് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇനി പഠിക്കാനുള്ള വലിയൊരു ചാപ്റ്റർ ആണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് എന്താണ്? കോൺട്രാക്ട് നമ്മുടെ
വലിയ ബിൽഡിങ്സ് അല്ലെങ്കിൽ ഡാം കൺസ്ട്രക്ഷൻ, എയർപോർട്ട് കൺസ്ട്രക്ഷൻസ്, ഒരു ലോങ് ടേം എടുത്തുകൊണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ് ആയിട്ട് നമുക്ക് വരുന്ന ആ ഒരു കോൺട്രാക്റ്റ്, അവിടെ വരുന്ന എക്സ്പെൻസുകൾ, അവിടെ വരുന്ന കോസ്റ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്ത്? കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. ഈ റോഡുകൾ, ബ്രിഡ്ജസുകൾ, അതേപോലെ തന്നെ ഡാമുകൾ, അങ്ങനത്തെ വലിയ വലിയ കൺസ്ട്രക്ഷൻസിനൊക്കെ അവിടെ വരുന്ന കോസ്റ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. അതിന്റെ ഫർദർ നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. ആ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നോക്കാം. നെക്സ്റ്റ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗും ഇതേപോലെ തന്നെ വലിയൊരു ചാപ്റ്റർ ആയിട്ട് വരുന്നതാണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങിയിട്ട് അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവുന്നത് വരെ ഒരു നമ്പർ ഓഫ് പ്രോസസ്സുകളിലൂടെ ഇങ്ങനെ കടന്നു പോകും അല്ലേ? പെട്ടെന്ന് റോ മെറ്റീരിയൽ ഒറ്റയടിക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ആവില്ല. പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3, അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയതിനു ശേഷം ഫൈനലി മാത്രമാണ് അവിടെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ആ ഒരു റോ മെറ്റീരിയലിന്റെ ആ ഒരു ജേർണിയിൽ വരുന്ന കോസ്റ്റുകളും കാര്യങ്ങളും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുമ്പോൾ എത്രത്തോളം എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര രൂപയ്ക്ക് ഇനി ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് വരുന്നത് സിംഗിൾ യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. സിംഗിൾ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി. Okay, a company produces only one product in a large number on a continuous basis. Okay, കുറേ കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്പനി ഒരൊറ്റ പ്രോഡക്റ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീൽഡിൽ അവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിനെയാണ് സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ആ സിമ്പിൾ ആയിട്ട് അതിൻ്റെ ഒരു മീനിങ് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പിന്നെ വരുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റുകൾക്ക് മാത്രമല്ല സർവീസസുകൾക്ക് എന്ത് വരുന്നുണ്ട്? കോസ്റ്റ് വരുന്നുണ്ട്. അതായത് ഹോസ്പിറ്റൽസുകളിൽ ട്രാൻസ്പോർട്ടേഷൻ, അവിടെ നിന്ന് നമുക്കൊരു പ്രോഡക്റ്റ് അല്ല കിട്ടും, നമുക്കൊരു സർവീസ് കിട്ടുകയാണ് അല്ലേ? അപ്പോൾ ആ സർവീസിന് നമുക്ക് എക്സ്പെൻസ് വരും, കോസ്റ്റ് അവിടെ നമുക്ക് ഇൻക്വയർ ചെയ്യേണ്ടി വരും. ആ സർവീസുകൾ നമുക്ക് ഉണ്ടാവുമ്പോൾ വരുന്ന കോസ്റ്റുകളെ ആണ്, സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കോസ്റ്റുകളെയാണ് എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഇതും നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ എഞ്ചിനീയറിംഗ് യൂണിറ്റ്സുകളിലൊക്കെ വരുന്ന ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കോസ്റ്റിംഗ് ആണ് എന്ത്? ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. എന്താണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി 2 or more methods of costing അപ്ലൈ ചെയ്യുന്ന ഇൻ റെസ്പെക്ട് ഓഫ് എ സെയിം പ്രോഡക്റ്റ്, ഒരു സെയിം പ്രോഡക്റ്റിൽ 2 or more മെത്തേഡ്സുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ആ ഒരു സിമ്പിൾ വേർഡ്സുകൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 2 or more methods of costing are applied in respect of same product. പ്രോഡക്റ്റ് സെയിം ആയിരിക്കും, 2 or more കോസ്റ്റിംഗ് മെത്തേഡ്സ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കോസ്റ്റിംഗ് മെത്തേഡ്സുകളാണ് നമുക്ക് വരുന്നത്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഓരോ കസ്റ്റമൈസേഷൻ വർക്കുകളെയും നമ്മൾ ജോബായിട്ട് വർക്കായിട്ട് കൺസിഡർ ചെയ്യും. അതിന് നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ആ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റുകൾ ബാച്ച് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറികളിൽ, മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, പാക്ക്ഡ് ഫുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. വലിയ ഡാം കൺസ്ട്രക്ഷൻ, എയർപോർട്ട് കൺസ്ട്രക്ഷൻ, റോഡ് കൺസ്ട്രക്ഷൻ, അങ്ങനെ ഒരുപാട് ടൈം എടുക്കുന്ന ലാർജ് എമൗണ്ട് ഓഫ് മണി ഇൻവോൾവ് ആവുന്ന കൺസ്ട്രക്ഷൻ വർക്കുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു, റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആകുന്നത് വരെ നമ്പർ ഓഫ് പ്രോസസ്സിലൂടെ അത് ഒരു ജേർണി ഉണ്ടായിരിക്കും. ആ ജേർണി ഉടനീളം കോസ്റ്റ് ഇൻക്വയർ ചെയ്യേണ്ടി വരും. ഫൈനലി ആ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയതിനു ശേഷമാണ് അവിടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക. അപ്പോഴാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഫീൽഡിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കോസ്റ്റിംഗ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. സിംഗിൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ യൂണിറ്റ് നമ്മൾ പറഞ്ഞു, ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ഇത് യൂസ് ചെയ്യുന്നതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിംഗ് ആണ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് എഞ്ചിനീയറിംഗ് ഫേംസുകളിലൊക്കെ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ആയിട്ട് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു, സെയിം പ്രോഡക്റ്റ് ആയിരിക്കും 2 or more
മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അതായത് ഏതൊക്കെ മെത്തേഡ്സുകളാണ് നമ്മളിവിടെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, വാരിയസ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഉണ്ട്, മാർജിനൽ കോസ്റ്റിംഗ് വരുന്നുണ്ട്, ഡയറക്റ്റ് കോസ്റ്റിംഗ് ഉണ്ട്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇത്രയും കോസ്റ്റിംഗ് ടെക്നിക്സുകൾ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മീനിങ്ങിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു സർഫേസ് ലെവലിൽ നിന്നുകൊണ്ട് അതിന് സിമ്പിളായിട്ട് 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ബോത്ത് ഫിക്സഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫിക്സഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റുകളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ്. ഈ ഓൾ കോസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫിക്സഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റുകളെ നമ്മൾ കൺസിഡർ രണ്ടിനെയും കൂടി കൂട്ടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കോസ്റ്റിംഗ് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. മാർജിനൽ കോസ്റ്റിംഗ്. നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ പറഞ്ഞു അവിടെ ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും ഒരുപോലെ കൺസിഡർ ചെയ്യും ആ ഒരു കോസ്റ്റിംഗ് മെത്തേഡിൽ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വാരിയബിൾ കോസ്റ്റ് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് കോസ്റ്റിംഗ്. എന്താണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ചാർജിങ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ടു പ്രോഡക്റ്റ് സർവീസസ് ജോബ്സ് എക്സെട്ര. ഓക്കെ, അതായത് ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ കോസ്റ്റുകളെ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് ചാർജ് ചെയ്യുക. പ്രോഡക്റ്റുകൾക്കാണോ സർവീസസുകളാണോ അതിനെ ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്നൊക്കെ ഇനി വരും ചാപ്റ്ററുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ കോസ്റ്റുകളെ ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിനെയാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. എന്താണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഇവിടെ പറയുന്നുണ്ട്, നോക്കൂ. ഫോക്കസസ് ഓൺ കോസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ. കോസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് കമ്പയർ ചെയ്യുക. ആ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുക. അതാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. അതായത് കമ്പയറിങ് കോസ്റ്റ് ഓഫ് 2 alternatives. കോസ്റ്റിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണെന്ത്, ടെക്നിക് ആണെന്ത്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. യൂണിഫോം കോസ്റ്റിംഗ്. യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരുപോലത്തെ എന്നുള്ളതല്ലേ. സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും മെത്തേഡ്സുകളും ഒരുപാട് കമ്പനീസുകൾ ഒന്നിച്ച് സെയിം ആയിട്ട്, ഇപ്പോൾ എ എന്ന് പറയുന്ന കമ്പനി, ബി എന്ന് പറയുന്ന കമ്പനി, സി എന്ന് പറയുന്ന, ഡി എന്നൊക്കെ പറയുന്ന ആ ഒരു കമ്പനികളൊക്കെ സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും മെത്തേഡ്സും ഒരേപോലെ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ എ പറയുന്ന കമ്പനി യൂസ് ചെയ്യുന്ന അതേ കോസ്റ്റിംഗ് ടെക്നിക്കും ആണ് ബി യൂസ് ചെയ്യുന്നത്, സി യൂസ് ചെയ്യുന്നത്, ഡി യൂസ് ചെയ്യുന്നത്. ഇവരെല്ലാവരും യൂസ് ചെയ്യുന്നത് ഒരേ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ടെക്നിക്സുകളാണെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് യൂണിഫോം കോസ്റ്റിംഗ് ടെക്നിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. അതായത് കഴിഞ്ഞു പോയ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് നമ്മൾ ഇന്നലെയും പഠിച്ചിട്ടുണ്ടായിരുന്നു, മീൻസ് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കഴിഞ്ഞു പോയ ആ ഒരു കോസ്റ്റിൻ്റെ അത് അനലൈസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണ് എന്ത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ലാസ്റ്റ് വൺ ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ചെയ്ത് വെക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാവും അവിടെ കോസ്റ്റ് വരിക 100 ആയിരിക്കും എന്ന്. ആഫ്റ്റർ പ്രൊഡക്ഷൻ ചിലപ്പോൾ കോസ്റ്റ് നമുക്ക് 90 വരുള്ളൂ. ഓക്കെ, ചിലപ്പോൾ 90 വരും, ചിലപ്പോൾ 110 വരും, രണ്ടും സംഭവിക്കാം, ചിലപ്പോൾ 100 സംഭവിക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു, അതിൽ കൂടുതൽ വരാം, കുറവ് വരാം, എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ അതിന് കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്, നമ്മൾ എവിടെയോ കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ഇറ്റ്സ് ബെറ്റർ. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കോസ്റ്റിനെ പ്രീഡിറ്റർമൈൻഡ് ചെയ്ത് വെച്ചിട്ട് ആക്ച്വൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ടെക്നിക്സുകളാണ് എന്തിൽ വരുന്നത്, കോസ്റ്റിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് വൺ
അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നമ്മൾ ഫിക്സഡ് കോസ്റ്റും അതേപോലെ തന്നെ വാരിയബിൾ കോസ്റ്റും ഒരേപോലെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാരിയബിൾ കോസ്റ്റ് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കോസ്റ്റുകൾ നമ്മൾ ചാർജ് ചെയ്യാണ് പ്രൊഡക്റ്റിലേക്കോ സർവീസിലേക്കോ. ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കമ്പയർ ചെയ്തുകൊണ്ട് കോസ്റ്റിംഗ് ടെക്നിക്കാണ്. യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനീസ് ഒരുപാട് അണ്ടർടേക്കിങ്സ് ഒരേപോലെ ഒരേ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യാണ് ഒരു ഇൻഡസ്ട്രിയിൽ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള കോസ്റ്റുകളെ വെച്ചെങ്ങാണ്ട് നമ്മൾ എല്ലാം മീൻസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നതാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുന്ന കോസ്റ്റ്, പിന്നെ അത് ആക്ച്വൽ പെർഫോമൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററിന് തിയറി ചാപ്റ്ററാണ്. 2 പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത് യൂസ്ഫുൾ ആവുന്നുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.